Good evening, all of you, dear students. I welcome all of you to my class BGE 142, Understanding Drama, Block First, Unit First, Class First. This unit name, Drama and Theatre. In this course, this is the new course of the course. In this course, we discuss drama in English from different parts of the world, plays from America, Africa, India. Here we are taught the definition of drama and also introduce the significant works in English such as Arthur Miller's All My Sons, Ngugi wa Thiong'o, and Misery Guilty Mogo's well-acclaimed play, The Trial of Dedan Kimathi, and Mohan Ragesh play Halfway House. പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ മറ്റൊരു കോഴ്സ് ബുക്കാണ് ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത്. BEGE 142 കോഴ്സ് ബുക്കിന്റെ പേരാണ് അണ്ടർസ്റ്റാൻഡിങ് ഡ്രാമ. അതിൽ ഒന്നാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒന്നാമത്തെ യൂണിറ്റ്, ഡ്രാമ ആൻഡ് തിയേറ്റർ. അതിന്റെ മുമ്പായിട്ട് ഈ കോഴ്സ് ബുക്ക് നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ കോഴ്സ് ബുക്കിൽ പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡ്രാമയാണ്. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ഡ്രാമയെ കുറിച്ചാണ് ഈ കോഴ്സ് ബുക്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ച് പ്ലേസ് ഫ്രം അമേരിക്ക, ആഫ്രിക്ക, ഇന്ത്യ. അമേരിക്കയിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്ന്, ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള ഡ്രാമകളാണ് നമ്മളോട് ചർച്ചക്കെടുക്കുന്നത് ഈ കോഴ്സ് ബുക്കിൽ. Here we are taught the definition of drama and also introduce the significant works in English such as Arthur Miller's All My Sons, Ngugi wa Thiong'o, Misery Guilty Mogo's well-acclaimed play, The Trial of Dedan Kimathi, and Mohan Ragesh play Halfway House. അപ്പൊ നമ്മൾ ഈ ഡ്രാമയെ ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഡ്രാമയുടെ ഡെഫിനിഷൻ നമ്മൾ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട 3 പ്ലേസുകളും നമ്മളിവിടെ പഠിക്കുന്നു. ഒരു പ്ലേ എന്ന് പറയുന്നത് ആർതർ മില്ലർ എന്ന അമേരിക്കക്കാരനായിട്ടുള്ള പ്ലേ റൈറ്റിന്റെ ആൾ മൈ സൺസ് എന്ന പ്ലേയും, മറ്റൊന്ന് 2 ആഫ്രിക്കക്കാര് കൂടി ചേർന്ന് എഴുതിയിട്ടുള്ള ഒരു പ്ലേ ആണ്. ഈ 2 ആളുകള് നുഗുഗി വ തിയോങ്ഗോ, ഒരാളെ പേര് അതാണ്, രണ്ടാമത്തെ ആളെ പേര് മിസറി ഗിത്തായി മുഗോ, ആഫ്രിക്കൻ പേരാണ്. ഈ 2 ആളും കൂടി എഴുതിയിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള പ്ലേ ആണ് ദ ട്രയൽ ഓഫ് ഡീഡാൻ കിമാത്തി എന്ന് പറയുന്ന പ്ലേ. മറ്റൊരാളാണ് മോഹൻ രാഗേഷ്, അയാൾ ഇന്ത്യക്കാരനായിട്ടുള്ള റൈറ്ററാണ്. അയാളുടെ പ്ലേ ആണ് ഹാഫ് വേ ഹൗസ് എന്നുള്ളത്. അപ്പോ ഈ 3 പ്ലേകള് നമ്മൾ ഈ ഭാഗത്ത് വളരെ വിശദമായിട്ട് ഈ കോഴ്സ് ബുക്കിൽ നമ്മൾ ചർച്ച ചെയ്യും. അപ്പൊ ആദ്യത്തെ ബ്ലോക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇവിടെ നമ്മൾ ഡ്രാമ ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഡ്രാമ എന്താണ്, അതേപോലെ അതിന്റെ ഒറിജിൻ, അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് ഈ ബ്ലോക്കിൽ മൊത്തമായിട്ട് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മൾ ഇനി ഇങ്ങനെ വിശദമായിട്ട് നോക്കുന്ന സമയത്ത് ദിസ് ബ്ലോക്ക് ഓഫേഴ്സ് ദ സ്റ്റഡി ഓഫ് ഡെവലപ്മെന്റ് ഓഫ് തിയേറ്റർ ആൻഡ് ഡ്രാമ. ഡ്രാമയെ കുറിച്ചിട്ട്, അതേപോലെ തിയേറ്റർ, അതിനെ കുറിച്ചൊക്കെയുള്ള അതിന്റെ ഡെവലപ്മെന്റ്സിനെ കുറിച്ച്, ഡ്രാമ ഡെവലപ്മെന്റ്സിനെ കുറിച്ചിട്ട്, അതേപോലെ ഡെവലപ്മെന്റ് ഓഫ് തിയേറ്ററിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഭാഗത്ത് സ്റ്റഡി ചെയ്യുന്നത്. അപ്പൊ യൂണിറ്റ് 1 ഡ്രാമ ആൻഡ് തിയേറ്റർ ആണ്. അതിൽ എന്താണ് പറയുന്നത്?
It examines the definition of drama. ഒന്നാമത് ഡ്രാമയുടെ ഡെഫിനിഷൻ ആണ് അവിടെ പറയുന്നത്. മറ്റൊന്ന് ദ ഒറിജിൻസ് ഓഫ് ഡ്രാമ തിയേറ്റർ ഇൻക്ലൂസീവ് ഓഫ് ഗ്രീക്ക് തിയേറ്റർ ആൻഡ് ബിഗിനിങ് ഓഫ് ഡ്രാമ ഇൻ ഇംഗ്ലണ്ട്. ഈ ഭാഗത്ത് പരിശോധിക്കുന്നത് ഗ്രീക്ക് തിയേറ്ററിനെ കുറിച്ചിട്ടും അതേപോലെ ഇംഗ്ലീഷ് ഡ്രാമയുടെ തുടക്കത്തെ കുറിച്ചൊക്കെയാണ് ഈ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ചർച്ചക്കെടുക്കുന്നതും ആ ഭാഗം. പിന്നെ രണ്ടാമത്തെ യൂണിറ്റ് ആസ്പെക്ട്സ് ഓഫ് ഡ്രാമയാണ്. അതിൽ ഇറ്റ് കണ്ടെയ്ൻസ് എ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഓഫ് ഡ്രാമാറ്റിക് സ്ട്രക്ചർ ആൻഡ് ഡ്രാമാറ്റിക് ടെക്സ്ചർ. ഡ്രാമയുടെ സ്ട്രക്ചറും അതേപോലെ ഡ്രാമയുടെ ടെക്സ്ചറുമാണ് അവിടെ പരിശോധിക്കുന്നത്. മൂന്നാമത്തെ യൂണിറ്റിൽ എത്തുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രാമകളാണ് അവിടെ പഠിക്കുന്നത്. ഇൻ ദിസ് യൂണിറ്റ് സ്റ്റഡീസ് ദ കൈൻഡ്സ് ഓഫ് ഡ്രാമ ഇൻക്ലൂസീവ് ഓഫ് ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് തിയേറ്റർ. ഈ ഭാഗത്ത് മൂന്നാമത്തെ ഭാഗത്ത് നമ്മൾ പരിശോധിക്കുന്നത് ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് തിയേറ്ററിനെ കുറിച്ചിട്ട് ഡ്രാമകളെ കുറിച്ചിട്ടൊക്കെയാണ് പരിശോധിക്കുന്നത്. യൂണിറ്റ് 4 എത്തുമ്പോൾ ഡെവലപ്മെന്റ് ഇൻ ദ 20th century ഡ്രാമ. This unit an extensive study of dramatists of 20th century and their works. ഈ നാലാമത്തെ യൂണിറ്റ് വളരെ വിശാലമായിട്ട് തന്നെ നമ്മൾ 20ാം നൂറ്റാണ്ടിലെ ഡ്രാമാറ്റിസ്റ്റുകളെ കുറിച്ചും അവരുടെ പ്രധാനപ്പെട്ട ചില വർക്കുകളുമാണ് ചർച്ചക്കെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഇന്ന് ചർച്ചക്കെടുക്കുന്ന ഒന്നാമത്തെ യൂണിറ്റിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ആദ്യമായിട്ട് ആ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒറിജിൻസ് ഓഫ് ഡ്രാമ തിയേറ്റർ. അപ്പൊ ഈ ഡ്രാമയുടെ ഉത്ഭവത്തെ കുറിച്ച് അതേപോലെ തിയേറ്ററിന്റെ ഉത്ഭവത്തെ കുറിച്ചൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. Western theatre was born in Athens, Greece between 600 and 200 BC. തിയേറ്ററിന്റെ തുടക്കം എന്ന് പറയുന്നത് ഗ്രീസിലെ ഒരു നഗരമായിട്ടുള്ള ഏഥൻസിലാണ് ഇത് തുടങ്ങുന്നത്. കലക്കും സംസ്കാരത്തിനൊക്കെ വളരെ അധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ഗ്രീക്ക് നഗരരാഷ്ട്രമാണ് ഏഥൻസ്. അപ്പൊ ആ ഏഥൻസിലാണ് ക്ലാസിക്കൽ ആയിട്ടുള്ള കലകളൊക്കെ വളർന്നു വന്നിട്ടുള്ളത്. അപ്പൊ ആ ഏഥൻസിൽ തന്നെയാണ് വെസ്റ്റേൺ ലിറ്ററേച്ചർ വെസ്റ്റേൺ തിയേറ്ററിന് ജന്മം കൊള്ളുന്നത്. അതെന്താണ്? 600 BC-ക്കും 200 BC-ക്കും ഇടയിലായിട്ടുള്ള കാലഘട്ടത്തിലാണ് അത് ഒറിജിൻ ചെയ്യുന്നത്. The theatre of ancient Greece evolved from religious rites which date back to least 1200 BC. നമ്മൾ ഈ ആൻഷ്യന്റ് ഗ്രീക്കിന്റെ തിയേറ്റർ സംസ്കാരത്തെ പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് മതപരമായ ആചാരവുമായി ബന്ധപ്പെട്ടാണ് ആൻഷ്യന്റ് ഗ്രീസിൽ ഈ തിയേറ്റർ വളർന്നു വരുന്നത്. അതും എന്നാണ്? അത് 1200 BC-യിലാണ്. അങ്ങോട്ട് 1200 BC-യിലേക്ക് അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മൾ അവിടെ കാണുന്നത്. അന്ന് അവിടെയുള്ള ഗോത്ര വിഭാഗക്കാരായിട്ടുള്ള ആളുകളുടെ മത ആചാര ഭാഗമായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ഒരു സംഗതിയാണ് തിയേറ്റർ എന്ന് പറയുന്നത്. നമുക്ക് കൂടുതലായിട്ട് പരിശോധിക്കാം. At that time, Greece was peopled by primitive tribes. ഈ കാലഘട്ടത്തിൽ, അതായത് BC 1200 നമ്മൾ അവിടെ കാണുന്നത് ഗ്രീസിലെ ജനങ്ങള് പ്രിമിറ്റീവ് പൗരാണിക ഗോത്ര വിഭാഗങ്ങളായിട്ട് അവിടെ ജീവിതം തുടങ്ങാൻ. ആളുകളൊക്കെ ഒരു പ്രിമിറ്റീവ് ട്രൈബ് കമ്മ്യൂണിറ്റി ആയിട്ടാണ് അവര് അവിടെ ജീവിതം തുടങ്ങുന്നത്. എവിടെയാണ്? ഇൻ നോർത്തേൺ ഗ്രീസ്, in an area called Thrace, where a cult arose that worshipped Dionysius, the god of fertility and procreation. ഗ്രീസിന്റെ നോർത്ത് ഭാഗത്തുള്ള ട്രേസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ഡൈനീഷ്യസ് എന്ന് പറയുന്ന ഒരു ദേവനെ
ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഡ്രാമ കൾച്ചർ ഉയർന്നു വരുന്നത്. ആരാണ് ഈ ഡൈനീഷ്യസ് ഗോഡ്? ഗോഡ് ഓഫ് ഫെർട്ടിലിറ്റി ആൻഡ് പ്രൊക്രിയേഷൻ. സമൃദ്ധിയുടെ സന്താന വർധനവിന്റെ ഒക്കെ ദൈവമായിട്ടാണ് ഗ്രീക്കുകാരതിനെ പരിചയപ്പെടുത്തുന്നത്. ഗ്രീക്ക് സംസ്കാരം നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അധികം കാണാൻ കഴിയുന്നത് ദേവന്മാരും ദേവിമാരും വളരെ നിറഞ്ഞിട്ടുള്ള ഒരു സംസ്കാരമാണ് ഗ്രീസ് സംസ്കാരം എന്ന് പറയും. അപ്പൊ ഗ്രീസിലെ, നോർത്തേൺ ഗ്രീസിലെ ട്രേസ് എന്ന് പറയുന്ന ഭാഗത്ത് ഒരു കൾട്ട് രൂപം കൊള്ളുക. ഡൈനീഷ്യസ് എന്ന് പറയുന്ന ദേവനെ ആരാധിക്കുന്ന ഒരു കൾട്ട് അവിടെ വളർന്നു. ആ ദേവനെ അവര് കണക്കാക്കുന്നത് is a god of fertility and procreation. The cult of Dionysius practiced ritual celebrations. ഈ ഡൈനീഷ്യസ് ദേവനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് അവർ ചില ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിച്ചു. It is most controversial practice is uninhibited dancing and emotional displays that created an altered mental state. ഇവിടെ നമ്മൾ കാണുന്നത് വളരെ വിചിത്രപരമായിട്ടുള്ള ചില ആചാരങ്ങളാണ്. അവസാനമില്ലാത്ത തീക്ഷ്ണമായ നൃത്തങ്ങളും വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഈ ആഘോഷത്തിൽ. അതിലൂടെ എന്താണ് സൃഷ്ടിക്കപ്പെടുന്നത്? ആൾട്ടർ മെന്റൽ സ്റ്റേറ്റ്. അവിടെ മാനസികാവസ്ഥ മാറുകയാണ്. ഡാൻസ് ചെയ്ത് വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രത്യേകമായ മാനസികാവസ്ഥയിലേക്ക് അവർ മാറുകയാണ്. This altered state was known as ecstasy. ഈ ഒരു മാനസികാവസ്ഥയാണ് എക്സ്റ്റസിസ് എന്ന് പറയുന്നത്. അപ്പൊ എക്സ്റ്റസിസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആത്മസംതൃപ്തിയാണ്. അങ്ങനെ ഈ ഉത്സവത്തിൽ അവര് ശക്തമായ നൃത്തം ചെയ്തും അവിടെ വൈകാരികമായുള്ള പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടൊക്കെ അവര് മാനസികമായിട്ട് ഒരു ആത്മസംതൃപ്തി നേടുന്ന ഒരവസ്ഥയാണ്. Ecstasy was an important religious concept to the Greek. ഗ്രീക്കുകാരെ സംബന്ധിച്ച് ഈ എക്സ്റ്റസി, ആത്മസംതൃപ്തി പ്രധാനപ്പെട്ട ഒരു മതപരമായ കൺസെപ്റ്റാണ്. Who would come to see theater as a way of releasing powerful emotions. ശക്തമായ വികാരങ്ങളെ മോചിപ്പിക്കാനുള്ള ഒരു ഇടമായിട്ട് ഈ ആളുകൾ തിയേറ്ററിനെ കണ്ടു. അവരുടെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങള്, അതുപോലുള്ള വൈകാരികതകളൊക്കെ എല്ലാം കൂടി കെട്ടഴിച്ച് വിടുകയാണ് ഈ സ്ഥലങ്ങളിൽ. അത്തരം സ്ഥലങ്ങളാണ് തിയേറ്ററുകളായി മാറി. The cult spread through the tribes of Greece. അങ്ങനെ ഈ കൾട്ട് പിന്നീട് ഗ്രീസിലെ എല്ലാ ഗോത്രങ്ങൾക്കിടയിലും വ്യാപിച്ചു. ഡൈനീസിയാക്ക്, ഹിസ്റ്റീരിയ, കഥാർസിസ് also derived from Greek words for emotional release or purification. മനുഷ്യന്റെ വൈകാരികമായിട്ടുള്ള മോചനങ്ങൾ, അതേപോലെ പ്യൂരിഫിക്കേഷൻസ്, ആത്മസംതൃപ്തികൾ, ഇത് നേടുന്നതിനെ സംബന്ധിച്ചുള്ള പദങ്ങളാണ് ഈ ഡൈനീസിയാക്ക്, ഹിസ്റ്റീരിയ. ഹിസ്റ്റീരിയ എന്ന് പറഞ്ഞ ഒരു തരം ഭ്രാന്താണ്. ഭ്രാന്തമായിട്ടുള്ള ആവേശത്തെയാണ് ഹിസ്റ്റീരിയ എന്ന് പറയുന്നത്. കഥാർസിസ് എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഒരു സംതൃപ്തി. നാടകമോ സിനിമയൊക്കെ കാണുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു ആത്മസംതൃപ്തിയാണ് കഥാർസിസ് എന്ന് പറയുന്നത്. ഈ വേർഡുകളൊക്കെ ഗ്രീക്ക് ഭാഷയിൽ നിന്ന് വന്നിട്ടുള്ള വേർഡുകളാണ്. ഈ ഡ്രാമയുമായി ബന്ധപ്പെട്ടാണ് ഈ വാചകങ്ങളൊക്കെ, ഈ വാക്കുകളൊക്കെ വന്നിട്ടുള്ളത്. During this time, the rituals of Dionysius became mainstream and more formalized and symbolic. ഈ കാലഘട്ടങ്ങളിൽ എന്തായി അവസാനം എന്ന് വെച്ചാല് ഈ ഡൈനീഷ്യസ് ആചാരങ്ങൾ എന്ത് ചെയ്തു? ഒരു മെയിൻ സ്ട്രീമായി, ഗ്രീസിന്റെ മുഖ്യധാര ആഘോഷമായിട്ട് മാറി. മോർ ഫെമിലിയറൈസ്ഡ് ആൻഡ് സിംബോളിക്, എല്ലാവർക്കും പരിചയമുള്ളതും
ഒരു പ്രതീകാത്മകമായിട്ടുള്ളതുമായ ഒരാചാരമായിട്ട് അത് മാറി. An essential part of practice of Dionysius was a dithyramb. ഈ ഡൈനീഷ്യസ് റിച്വൽസിന്റെ അനിവാര്യമായ ഭാഗം എന്ന് പറയുന്നത് ദിത്തിറാംബിക്കാണ്. ദിത്തിറാംബിക് എന്ന് പറഞ്ഞാല് ഗാനാലാപനം, പുകഴ്ത്തിപ്പാടുക. ഈ ഡൈനീഷ്യസ് ദേവനെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനമാണ് ദിത്തിറാംബ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ദിത്തിറാംബാണ് ഇതിലെ പ്രധാനപ്പെട്ട സംഗതി. ദ വേർഡ് മീൻസ് കോണിക് ഹൈം, അതായത് ശ്ലോകങ്ങളാണത്. ഓവർ ദ പീരിയഡ് dithyrambic evolves into stories in play from now known as drama. ഈ ദിത്തിറാംബിക് പിന്നീട് കഥകളിലേക്ക് മാറുകയും ആ കഥ പിന്നീട് ഡ്രാമകളായി മാറുകയും അങ്ങനെയാണ് ഇന്നറിയപ്പെടുന്ന ഡ്രാമകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ ഡ്രാമയുടെ ഒറിജിൻ എന്ന് പറയുന്നത് ഈ ഡൈനീഷ്യസ് ദേവനുമായി ബന്ധപ്പെട്ട ഒരു റിച്വൽസ്, ആ റിച്വൽസിൽ ആലപിക്കപ്പെടുന്ന ദിത്തിറാംബുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു സംഗതിയാണ് ഇന്ന് കാണുന്ന പ്ലേ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഗ്രീക്ക് തിയേറ്റർ ഒന്ന് പരിശോധിക്കാം. ഗ്രീക്കിലെ തിയേറ്ററിന്റെ അവസ്ഥ എന്തായിരുന്നു? അപ്പോ നാടകത്തിന്റെ ഒറിജിൻ നമുക്ക് മനസ്സിലായി. ഗ്രീക്ക് തിയേറ്റർ. By 600 BC in Greece, the most prominent state was Athens. ഗ്രീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരം എന്ന് പറയുന്നത് ഏഥൻസ് ആണ്. സ്പാർട്ട എന്ന് പറയുന്ന വേറെ നഗരമുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് നഗരങ്ങളായിരുന്നു ഏഥൻസും അതേപോലെ സ്പാർട്ടയും. സ്പാർട്ട സ്പോർട്സിനാണ് വലിയ പ്രാധാന്യം നൽകിയത്. എന്നാൽ ഏഥൻസ് കലാ സാംസ്കാരിക സാഹിത്യ മേഖലക്കാണ് വലിയ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ പിന്നീട് സ്പാർട്ട തകർന്നു പോയെങ്കിലും ഏഥൻസ് പിന്നെ നിലനിൽക്കുകയും ലോകത്ത് പല ക്ലാസിക്കുകൾക്കും നാന്ദി കുറിച്ചിട്ടുള്ളത് ഈ ഏഥൻസ് ആണ്. ഏഥൻസിലാണ് ക്ലാസിക്കൽ ആയിട്ടുള്ള കലകളൊക്കെ വളർന്നു. ഇറ്റ് വാസ് ഹിയർ ദാറ്റ് ദ റൈറ്റ്സ് ഓഫ് ഡൈനീഷ്യസ് ഇവോൾവ്ഡ് ഇൻടു തിയേറ്റർ. ഈ ഏഥൻസിൽ തന്നെയാണ് ഡൈനീഷ്യസ് ദേവനുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങൾ തിയേറ്ററിലേക്ക് വളർന്നു വന്നത്. In about 600 BC, Arian of Mehetima, Corinth, wrote down formal relics of the dithyramb. ഈ ദിത്തിറാംബ് എന്ന് പറയുന്ന ഈ ഫോർമൽ ലിറിക്സ് എഴുതിയിട്ടുള്ള ആള് ഈ ആരിയൻ ഓഫ് മിത്തിനം എന്ന് പറയുന്ന, മിത്തിനം എന്ന് പറഞ്ഞാൽ കോറിന്ത് എന്ന് പറയുന്ന സ്ഥലം ഉണ്ടാവും. ഏഥൻസിലെ ഒരു സ്ഥലമാണ് കോറിന്ത്. അതിന്റെ പഴയ പേരാണ് മെഹത്തിന്ന എന്നുള്ളത്. അവിടെയുള്ള ആരിയൻ എന്ന് പറയുന്ന ഒരു റൈറ്ററാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇനി നമ്മൾ ഡ്രാമയുടെ വളർച്ചയെ ഒന്ന് പരിശോധിക്കാം. ഗ്രോത്ത് ഓഫ് ഡ്രാമ. The growth of drama can be traced back to many different cultures, times, periods, including ancient Greece. അപ്പൊ ഡ്രാമയുടെ വളർച്ച നമ്മൾ പരിശോധിക്കുമ്പോൾ the growth of drama can be traced back into many different cultures and time periods. ഒരുപാട് കാലഘട്ടങ്ങളിലൂടെ വ്യത്യസ്തമായ സംസ്കാരങ്ങളിലൂടെയൊക്കെ നമുക്ക് പിന്നോട്ട് പോകേണ്ടി വരും. ഏതൊക്കെ ഇതിലൂടെ പിന്നോട്ട് പോകേണ്ടി വരും? പ്രത്യേകിച്ച് ഗ്രീസിലെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെ നമുക്ക് പിന്നോട്ട് പോകേണ്ടി വരും. ഡ്രാമ ആൻഡ് തിയേറ്റർ ഡെവലപ്ഡ് between the late 6th and early 4th centuries BC. ഗ്രീസില് ഡ്രാമയും തിയേറ്ററും ഡെവലപ്പ് ചെയ്യുന്ന കാലഘട്ടം എന്ന് പറയുന്നത് BC 6ാം നൂറ്റാണ്ടിനും അതേപോലെ 4ാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗത്തുമായിട്ടാണ് ഇവിടെ ഇത് വളർന്നു വരുന്നത്. The earliest plays were based on Greek worship rituals for
ഡൈനീഷ്യസ് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ ആദ്യകാല പ്ലേ രൂപം കൊള്ളുന്നത് ഈ ഡൈനീഷ്യസ് ദേവനുമായി ബന്ധപ്പെട്ട ആരാധന അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട ദ ഗോഡ് ഓഫ് വൈൻ ആൻഡ് ഫെർട്ടിലിറ്റി. ഇത് വൈനിന്റെയും ഫെർട്ടിലിറ്റിയുടെയും ഒക്കെ ദേവനാണ്. ഈ സമൃദ്ധി എന്ന് പറയുമ്പോൾ കൃഷിയിലെ സമൃദ്ധി വരും, മക്കളിലെ സമൃദ്ധി വരും. അതേപോലെ വൈനിന്റെ ദേവനായിട്ടാണ്. ഗ്രീക്കുകാരെ സംബന്ധിച്ച് ഓരോന്നിനും ഓരോ ദേവനാണ്. Some of the greatest playwrights of the 5th century were Sophocles, Euripides, and Aeschylus, who wrote tragedies about the struggle between good and evil. ഈ കാലഘട്ടത്തിലെ, അതായത് 5th century BC-ലെ പ്രമുഖരായിട്ടുള്ള ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ചില പ്ലേറൈറ്റ്സുകളാണ് സോഫോക്ലസും ഈറിപ്പിഡസും അതേപോലെ ഈസ്കിലസും. ഈ 3 മഹാപ്രതിഭകളാണ്. ഇവരുടെ ഡ്രാമകളാണ് നമ്മൾ ഗ്രീക്ക് നാടകത്തിലെ ക്ലാസിക്കുകളായിട്ട് ഇന്നും പരിഗണിക്കപ്പെടുന്നു. Who wrote tragedies about the struggle between good and evil. നന്മയും തിന്മയും തമ്മിലുള്ള സംഘർഷവും അതിനെ തുടർന്നുള്ള ദുരന്തങ്ങളെ കുറിച്ചുമാണ് അവര് എഴുതിയിട്ടുള്ള നാടകങ്ങളിലൊക്കെ പ്രമേയം എന്ന് പറയുന്നത്. അരിസ്റ്റോഫാനസ് മറ്റൊരു പ്ലേറൈറ്റർ ആണ്. wrote comedies full of satire and absurdity. അപ്പൊ മോളിൽ പറഞ്ഞ ഈ 3 ആളുകൾ ട്രാജഡിയുടെ ആൾക്കാരാണ്. എന്നാൽ അരിസ്റ്റോഫാനസ് എന്ന് പറയുന്ന പ്ലേറൈറ്റർ അദ്ദേഹം കോമഡിയുടെ ആളാണ്. അദ്ദേഹത്തിന്റെ ഡ്രാമാസിൽ നമ്മൾ കാണുന്നത് ഫുള്ളൊക്കെ സാറ്റയറും അബ്സേർഡിറ്റിയും ഒക്കെയാണ് കാണുന്നത്. ഇംഗ്ലണ്ട് വിറ്റ്നസ്ഡ് ദ എവല്യൂഷൻ ഓഫ് സൈക്കിൾസ് ഓഫ് പ്ലേസ് covering the history of the world from the creation of the day of judgment based on material like legends and lives of the saints. ഇംഗ്ലണ്ട് സാക്ഷ്യം വഹിക്കുന്നു ആ ഒരു സൈക്ലോ പ്ലേസിനാണ്. ഇംഗ്ലണ്ട് വിറ്റ്നസ് ദ എവല്യൂഷൻ ഓഫ് സൈക്കിൾസ് ഓഫ് പ്ലേസ്. നാടകങ്ങളുടെ ശ്രേണിയുടെ തന്നെ എവല്യൂഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്, പരിണാമം സംഭവിക്കും. അത് ഏതൊക്കെ കവറിംഗ് ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ഫ്രം ദ ക്രിയേഷൻ ഓഫ് ദ വേൾഡ് ഓഫ് ഡേ ഓഫ് ജഡ്ജ്മെന്റ്. അത് തുടങ്ങുന്ന പറഞ്ഞാണ് അതിലെ പ്രമേയത്തെ കുറിച്ച് പറയാം. ക്രിയേഷൻ, മനുഷ്യന്റെ സൃഷ്ടിപ്പ് മുതലുള്ള വിഷയങ്ങളാണ്. ആദം അവ്വ ഇവരുടെ സ്വർഗവാസം മുതൽ മനുഷ്യനെ സൃഷ്ടിച്ച അതാണ് പ്രമേയമാക്കിയത് മുതൽ ടു ദ ഡേ ഓഫ് ജഡ്ജ്മെന്റ്, വിധി ദിവസത്തെ സംബന്ധിച്ച് വരെ, പരലോകം, അത് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വരെ, അതുവരെ ബേസ് ചെയ്തിട്ടുള്ള ഡ്രാമകളായിരുന്നു ഈ ഇംഗ്ലണ്ടിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ലൈക്ക് ലെജൻഡ്സ് ആൻഡ് ദ ലൈഫ്സ് ഓഫ് സയൻസ്. അതുപോലെ തന്നെ പുണ്യാത്മാക്കളുടെ, പുണ്യവാളന്മാരുടെ, സെയിൻസ് എന്ന് പറയുന്നത് ക്രൈസ്തവ സന്യാസിമാരുടെ വലിയ അവർക്കിടയിലെ വലിയ ആത്മീയ നേതാക്കളൊക്കെയാണ് സെയിൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെയിന്റുകളുടെ ജീവിതവും അവരുടെ ലെജൻസും ഒക്കെ അതുപോലെയുള്ള വിഷയങ്ങളൊക്കെ ആയിരുന്നു ഇംഗ്ലണ്ടില് ഡ്രാമക്ക് വിധേയമായിട്ടുള്ള വിഷയങ്ങൾ. അങ്ങനെ മനുഷ്യന്റെ സൃഷ്ടിപ്പ്, ഡേ ഓഫ് ജഡ്ജ്മെന്റ്, അതേപോലെ പിന്നെ ലെജൻഡുകള്, ലൈഫ്സുകള് ഒക്കെ, ഈ സയൻസുകളുടെ ലൈഫും ലെജൻസും ഒക്കെ പ്രമേയമായിട്ടുള്ള ഡ്രാമാസുകളൊക്കെ അങ്ങനെ അവിടെ രൂപം കൊണ്ടു വ്യത്യസ്ത കാലങ്ങളിലൂടെ. അങ്ങനെ ആണ് ഈ ഇംഗ്ലണ്ടിലെ ഡ്രാമ ഡെവലപ്പ് ചെയ്തു വരുന്നത്. ഇനി നമ്മൾ നോക്കുമ്പോ the plays having a reference to the Bible were called mystery plays, while those dealing with the lives of the saints were known as miracle plays. അങ്ങനെ ഇംഗ്ലണ്ടിന്റെ ചരിത്രം നമ്മൾ കാണുന്ന സമയത്ത് അവിടെ മിസ്റ്ററി പ്ലേസും മിറാക്കിൾ പ്ലേസും നമ്മൾ കാണുന്നുണ്ട്. ഓരോ കാലഘട്ടമാണ്. അപ്പൊ മിസ്റ്ററി പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
place having reference to the Bible were called mystery place. ബൈബിളിൽ നിന്ന് തീം എടുത്തിട്ടുള്ള നാടകങ്ങൾ, ബൈബിൾ സംഭവങ്ങളെ, കഥകളെ, ഗുണപാഠങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് ഡ്രാമയാക്കിയിട്ടുള്ള പ്ലേസുകളെയാണ് മിസ്റ്ററി പ്ലേസ് എന്ന് പറയുന്നത്. While those dealing with the lives of the saints were known as miracle place. എന്നാൽ സെയിന്റുകളുടെ, പുണ്യപുരുഷന്മാരുടെ ജീവിതത്തെ അധികരിച്ചുള്ള പ്ലേസുകളെ മിറാക്കിൾ പ്ലേസ് എന്നാ പറയുന്നത്. കാരണം അവിടെ ജീവിതകാലത്ത് അവർക്ക് പ്രകടിപ്പിച്ചിട്ടുള്ള അത്ഭുതങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഈ മിറാക്കിൾ പ്ലേസിൽ വരുന്നത്. അതേപോലെ ബൈബിൾ മിസ്റ്ററി പ്ലേസിൽ വരുന്നത് ബൈബിളിലെ സംഭവങ്ങൾ ആയിട്ടുള്ള കഥകള്, ഇപ്പൊ ആദം അവ്വ, അവിടെ ഈ ആദിപാപ്പും തുടങ്ങിയ സങ്കല്പങ്ങളൊക്കെ ഉണ്ടല്ലോ. അതേപോലെ ബൈബിളിലെ കുറെ ഗുണപാഠങ്ങളുണ്ട്, ധർമ്മോപദേശങ്ങളുണ്ട്, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മിസ്റ്ററി പ്ലേസും അതേപോലെ പുണ്യാത്മാക്കളുടെ അത്ഭുത കഥകളോ അത്ഭുത ജീവിതങ്ങളോ ഒക്കെ വെച്ചിട്ടുള്ളതാണ് മിറാക്കിൾ പ്ലേസ് ഒക്കെ എന്ന് പറയുന്നത്. ബേസിക്കലി them were given in Latin by the clergy. അടിസ്ഥാനപരമായിട്ട് ഇവയൊക്കെ ക്ലർജികൾ, പുരോഹിതന്മാരായിട്ടുള്ള ആളുകൾ ലാറ്റിൻ ഭാഷയിലാണ് ഇത്തരം ഡ്രാമകൾ എഴുതിയിട്ടുള്ളത്. ബൈബിളിന്റെ ഭാഷ, ഈ ബൈബിൾ പിന്നീട് നമ്മൾ കാണുന്നത് ലാറ്റിൻ ഭാഷയിലാണ്. ശുര്യാനിയിലൊക്കെയാണത് വരുന്നതെങ്കിലും അതില് പിന്നീട് അത് വരുന്നത് ലാറ്റിൻ ഭാഷയിലാണ് നമുക്ക് അതിന്റെ കോപ്പികൾ ബൈബിളൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സംസാരിച്ച ഒരു ഭാഷ ലാറ്റിൻ ആയിരുന്നു. അപ്പൊ ഈ ലാറ്റിൻ ഭാഷയിലാണ് അന്ന് അവര് പുരോഹിതന്മാരായിട്ടുള്ള ആളുകൾ നാടകങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോ പ്രധാന കഥാപാത്രങ്ങൾ ലാറ്റിൻ ഭാഷയിൽ സംസാരിക്കും. ഓൺലി ദ മൈനർ ക്ലറിക്സ് ആൻഡ് ലേമൻ ഹൂ ടുക്ക് പാർട്ട് ആസ് സൈഡ് ആക്ടേഴ്സ് സ്പോക്ക് ഇൻ ഇംഗ്ലീഷ്. അതേസമയം സാധാരണ ക്ലർജികളുണ്ട്, വലിയ ക്ലർജികളല്ലാത്ത സാധാ മൈനർ ക്ലർജിസ്, പുരോഹിതന്മാർ തന്നെയാണ്, പക്ഷെ അവർ വലിയ പുരോഹിതന്മാരല്ല, കപ്പ്യാരെ പോലെയുള്ള ആളുകളൊക്കെയാണ്. അതേപോലെ ലേമൻ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ ഇത്തരം ഡ്രാമകളിൽ സൈഡ് ആക്ടേഴ്സ് ആയിട്ടാണ് വരുന്നത്. അതിഥി താരങ്ങൾ എന്ന് പറയുന്ന പോലുള്ള സൈഡ് ആക്ടേഴ്സ് ആയിട്ടാണ്. അവര് സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ്. അപ്പോ ഡ്രാമയിൽ, ഇത്തരം ഡ്രാമകളിൽ, ഏത് ഡ്രാമകളിൽ മിസ്റ്ററി പ്ലേസിലും അതേപോലെ മിറാക്കിൾ പ്ലേസിലും ഒക്കെ നമ്മൾ കാണുന്നത് രണ്ട് ഭാഷകളുണ്ട്. ഒന്ന്, പ്രധാന കഥാപാത്രങ്ങളൊക്കെ ലാറ്റിൻ ഭാഷകൾ സംസാരിക്കുമ്പോൾ സൈഡ് ക്യാരക്ടേഴ്സ് ഇംഗ്ലീഷ് ഭാഷയാണ് അവിടെ സംസാരിക്കുന്നത്. സ്ലോലി ഡ്രാമ ആസ് റിലീജിയസ് പ്രസന്റേഷൻ സ്റ്റെപ്ഡ് ഔട്ട് ദ ഹോൾഡ് ഓഫ് ദ ചർച്ച് ആൻഡ് വാസ് നോറിഷ്ഡ് ബൈ ദ കോമണേഴ്സ്. അങ്ങനെ ഡ്രാമ ഒരു മതപരമായിട്ടുള്ള ഒരു ലെവല് വിട്ടിട്ടത് ചർച്ചിന്റെ പിടുത്തത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ് ഡ്രാമ. അങ്ങനെ അത് സാധാരണക്കാരുടെ ഇടയിൽ അത് വളർച്ച പ്രാപിക്കുക. ആദ്യകാലത്ത് ഇംഗ്ലണ്ടില് ഡ്രാമ അവതരിപ്പിച്ചിട്ടുള്ളത് ചർച്ചിന്റെ നേതൃത്വത്തിൽ, ചർച്ചിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ സമയത്താണ് ഈ മിസ്റ്ററി പ്ലേസും അതേപോലെ മിറാക്കിൾ പ്ലേസും ഒക്കെ വന്നിട്ടുള്ളത്. അത് ചർച്ചിനകത്ത്, ചർച്ചിന്റെ കോമ്പൗണ്ടിൽ, ചർച്ച് യാർഡിൽ വെച്ച് നടക്കുന്ന ഡ്രാമ പെർഫോമൻസുകളാണ്. എന്നാൽ പിൽക്കാലത്ത് അത് ചർച്ചിൽ നിന്ന് പുറത്തിറങ്ങുകയും അത് പബ്ലിക്കിന്റെ ഇടയിലേക്ക് വരികയും അങ്ങനെ നാടകത്തിന്, പ്ലേസിന് മുകളിലുള്ള ചർച്ചിന്റെ കൺട്രോള് നഷ്ടപ്പെടുകയും ചെയ്തു. The place has they contained interpolations and non-religious elements. അങ്ങനെ ഈ ഡ്രാമയിലൊക്കെ പിന്നീട് വന്നിട്ടുള്ള സംഗതികൾ പുറത്തുനിന്ന് കുറെ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടും. ഇന്റർപൊളേഷൻസ് പറഞ്ഞാൽ അതില് കൂട്ടിച്ചേർക്കുക എന്ന് പറയും, പ്രക്ഷിപ്തങ്ങൾ എന്ന് പറയും മലയാളത്തിൽ. അപ്പോ ഇങ്ങനെ പലതും കൂട്ടിച്ചേർക്കുകയും നോൺ റിലീജിയസ് എലമെന്റ്സുകൾ വരും. നേരത്തെ റിലീജിയസ് എലമെന്റിന് പകരം ഇപ്പോ റിലീജിയസ് അല്ലാത്ത മതേതര വിഷയങ്ങൾ വരികയാണ്. അതോടുകൂടെ എന്തായി, വേർ ബാൻഡ് ഓൺ ദ ചർച്ച് ക്യാമ്പസ്. അതോടുകൂടെ
ഡ്രാമ ചർച്ച് ക്യാമ്പസുകൾ അവതരിപ്പിക്കുന്നത് നിരോധിച്ചു. ആൻഡ് ബൈ 1210 the clergymen were prohibited from taking part in the plays, now mostly secular. ഇങ്ങനെ ഡ്രാമക്കകത്തൊരു മതേതര കൺസെപ്റ്റ് വന്നതോടുകൂടെ ക്ലർജിമാൻസ് ഇനി മുതൽ നാടകത്തിൽ അഭിനയിക്കാൻ പോകരുത്, പങ്കെടുക്കരുത് എന്നുള്ള ഉത്തരവ് വന്നു. അതോടെ ഡ്രാമ പരിപൂർണമായിട്ട് ഇപ്പൊ സെക്യുലർ ഡ്രാമയായി. ഡ്രാമ തുടങ്ങിയത് ഒരു റിലീജിയസ് റിച്വൽസ് ആയിട്ടാണെങ്കിലും പിന്നീട് അതൊരു സെക്യുലർ ആയിട്ട് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. This gradually the control of dramatic activity passed on from the clergy to the religious and social guides to the trade guilds. അങ്ങനെ ഡ്രാമാറ്റിക് ഈ ഡ്രാമയുടെ കൺട്രോൾ ക്രമേണ ക്ലർജിയിൽ നിന്ന് മതത്തിൽ നിന്നൊക്കെ മാറിയിട്ട് സോഷ്യൽ ഗിൽഡുകളുടെ കൺട്രോളായി. അതായത് ട്രേഡ് ഗിൽഡുകൾ, കച്ചവട സംഘങ്ങളുടെയൊക്കെ കയ്യിൽ ആധിപത്യത്തിലായി മാറി ഡ്രാമ. There was a rivalry among the wealthy guides and this led to better productions. അങ്ങനെ ഈ വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ഗൈഡുകളുടെ ഇടയിൽ ഇതൊരു മത്സരമായിട്ട് മാറുകയും അങ്ങനെ ഏറ്റവും നല്ല പ്ലേസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. The early miracle plays of England were divided into two classes. ആദ്യകാലം മിറാക്കിൾ പ്ലേസിനെ നമുക്ക് രണ്ട് തരമായിട്ട് തിരിക്കാൻ പറ്റും. The first presented at the Christmas were connected with the birth of the Christ. ആദ്യം പറഞ്ഞ വിഭാഗം എന്ന് പറയുന്ന ഒന്നാമത്തെ വിഭാഗം, അത് ആ ഡ്രാമകൾ അവതരിപ്പിക്കപ്പെടുന്നത് കാര്യമായിട്ട് ക്രിസ്മസ് സമയത്താണ്. അത് ക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട നാടകങ്ങളാണ് ആ സമയത്ത്. The second class presented at Easter. രണ്ടാമത്തെ ക്ലാസ് ഡ്രാമാസുകൾ പ്രസന്റ് ചെയ്യപ്പെടുന്നത് ഈസ്റ്ററിനാണ്. ഇൻക്ലൂഡ് പ്ലേസ് റിലേറ്റഡ് ടു ഹിസ് ഡെത്ത് ആൻഡ് ട്രൂത്ത്. ക്രിസ്തുവിന്റെ മരണവും പിന്നീട് അതിന്റെ ഉയർത്തെഴുന്നേൽപ്പും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈസ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. The complete cycle was presented every spring on Corpus Christi Day. കോർപ്പസ് ക്രിസ്റ്റി ഡേ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്കിടയിലെ ഒരു ആഘോഷമാണ്. അതായത് ക്രിസ്തുവിന്റെ ശരീരം ഒരു സങ്കല്പം ഉണ്ടല്ലോ, ബ്ലഡ് വീഞ്ഞാണ്, അതേപോലെ ശരീരം അപ്പാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതിൻ്റെതായിട്ടുള്ള ഒരു ചടങ്ങുണ്ട്. ആ സമയത്താണ് ഈ കംപ്ലീറ്റ് സൈക്കിളും സാധാരണയായിട്ട് ഡ്രാമയുടെ കംപ്ലീറ്റ് സൈക്കിളും അവതരിപ്പിക്കപ്പെടുന്നത്. Although the plays were religious in tune, there was hardly one without a humorous element. ഈ ഡ്രാമയിലൊക്കെ അതിന്റെ ട്യൂണ് റിലീജിയസ് ആണെങ്കിലും പലപ്പോഴും ഹ്യൂമർ എലമെന്റ് അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഗതിയായിരുന്നു. ഈ ഡ്രാമ റിലീജിയസ് ആയിട്ട് നിലനിൽക്കുമ്പോഴും അല്ലെങ്കിൽ റിലീജിയസ് ട്യൂണാണ് ഡ്രാമക്കുള്ളതെങ്കിൽ പോലും അതിന് ഹ്യൂമർ എലമെന്റ് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമായിട്ട് എല്ലാ ഡ്രാമാസിലും ആ കാലത്ത് നിലനിന്നാണ് പറയുന്നത്. This is seen, for example, in the play of Noah, in which Noah's wife has a brawl with her husband. ഇപ്പൊ അതിനൊരു ഉദാഹരണം പറയാം. ഈ നാടകത്തില് നോഹ എന്ന് പറയുന്ന ഒരു ഡ്രാമ ഉണ്ട് അവർക്ക്. ഇൻ വിച്ച് നോഹാസ് വൈഫ് ഹാസ് എ ബ്രൗൾ വിത്ത് ഹർ ഹസ്ബൻഡ്. ഭർത്താവിനോട് വളരെ കൂപ്പിഷ്ടയായിട്ടുള്ള ഭാര്യയാണ് നോഹിനുള്ളത് എന്ന ഡ്രാമയിൽ അവതരിപ്പിക്കപ്പെടുന്നതാണ്. അതേപോലെ ഡെവിൾസ് ഈസ് എ ഫേവറൈറ്റ് ക്യാരക്ടർ ആൻഡ് ഹി ഓഫൻ ലെഫ്റ്റ് ദ സ്റ്റേജ് ടു പ്ലേ പ്രാങ്ക്സ് ഓൺ ദ ഫ്രൈറ്റൻഡ് ചിൽഡ്രൻ. ഈ കാലഘട്ടത്തിലെ ഡ്രാമയിൽ ഒഴിച്ചുകൂടാനാവാത്ത വളരെ ഫേവറബിൾ ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് ഡെവിൾ എന്ന് പറയുന്നത്, പിശാച്ച്. ഈ പിശാച്ച് ഇതില് അവതരിപ്പിക്കുന്ന എന്താന്ന് വെച്ചാൽ സ്റ്റേജിൽ നിന്ന് ഈ പെട്ടെന്ന് അപ്രത്യക്ഷമാവും. സ്റ്റേജിൽ വരും, ഈ ഡെവിൾ ക്യാരക്ടർ സ്റ്റേജിൽ വരും.
പിന്നീട് സ്റ്റേജിൽ നിന്ന് പിന്മാറിയിട്ട് ഓഡിയൻസിന്റെ ഇടയിൽ വന്നിട്ട് കുട്ടികളെ പേടിപ്പിക്കുന്ന പണിയാണ് ഇവിടെ ഡെവിൾസിനുള്ളത്. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഡ്രാമകൾ സ്റ്റേജിൽ മാത്രമല്ല, അത് ഓഡിയൻസിന്റെ ഇടയിലേക്കും കൂടി നീണ്ടിട്ടുള്ള ഒരു സംഗതിയാണ്. ഡ്രാമയിൽ ഓഡിയൻസും കൂടി പങ്കെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. Songs were there and often the audience would join in the chorus. ഉദാഹരണമായിട്ട് അവിടെ പാട്ടുകൾ ഉണ്ടായിരുന്നു. ഈ ഡ്രാമയിൽ ഇന്ന് നമ്മുടെ സിനിമാ പാട്ടുള്ളത് പോലെ ഡ്രാമക്കിടയിൽ പാട്ടുകളും സോങ്സ് ഉണ്ട്. ഈ സോങ്സ് പാടുന്ന സമയത്ത് കോറസ് ആയിട്ടാണ് അത് പാടുക. അപ്പോ ആൾക്കാർ ഓഡിയൻസും കൂടിയിട്ടാണ് പാട്ട് പാടുന്നത്. The morality plays were step ahead. ഈ മൊറാലിറ്റി പ്ലേകള് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോവാണ് ഈ കാലഘട്ടത്തിൽ. In this place life, death, repentance, goodness, love, justice, mercy, gluttony, vice were the main characters. ഈ മൊറാലിറ്റി പ്ലേസിൽ നമ്മൾ പ്രധാനമായിട്ട് വരുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് ജീവിതവും മരണവും അതേപോലെ റിപ്പൻഡൻസ് ആണ്, പാപമോചനത്തിനുള്ള അപേക്ഷയും അതേപോലെ നന്മയും സ്നേഹവും നീതിയും അതേ മേഴ്സി അനുകമ്പയും ഗ്ലിറ്റണി അഹങ്കാരം അല്ലെങ്കിൽ പൊങ്ങച്ചവും അതേപോലെ വൈസ് തിന്മയും ഇതൊക്കെയായിരുന്നു ഇതിൽ വന്നിട്ടുള്ള ഇതെന്ന് പറയുന്നത്. The morality place still contained the character devil of the miracle place. മൊറാലിറ്റി പ്ലേസിൽ അപ്പോഴും ഡെവിൽ എന്ന് പറയുന്ന ഈ ക്യാരക്ടർ വന്നു. മിറാക്കിൾ പ്ലേസിൽ വന്ന പോലെ മിറാക്കിൾ പ്ലേസിലും ഡെവിൾ ഉണ്ട്, അതേപോലെ തന്നെ മൊറാലിറ്റി പ്ലേസിലും എന്താണ് ഈ ഡെവിൾ ക്യാരക്ടർ ആയിട്ട് വരും. The morality place generally ended with the triumph of the virtue, and the devils was driven to the hell mouth. ഈ മൊറാലിറ്റി പ്ലേകൾ സാധാരണയായിട്ട് അവസാനിപ്പിക്കുന്നത് നന്മയുടെ വിജയത്തിലൂടെ, അല്ലെങ്കിൽ പിശാചിനെ ആട്ടി ഓടിച്ച് നരകത്തിലേക്ക് ആട്ടി ഓടിക്കുന്നതിലൂടെയാണ് ഈ മൊറാലിറ്റി പ്ലേസുകൾ അവസാനിപ്പിക്കുന്നത്. അല്ലെങ്കിൽ വൈസ് ഓൺ ഇസ് ബാക്ക്, അല്ലെങ്കിൽ പിശാചിനെ ആട്ടി തിരിച്ച് പിന്നോട്ട് വന്ന വഴിക്ക് തന്നെ പറഞ്ഞയക്കുക, ഇങ്ങനെയുള്ള രീതിയിലാണ് അന്നൊക്കെ മൊറാലിറ്റി ഡ്രാമകൾ അവസാനിച്ചിട്ടുള്ളത്. ലൈക്ക് ദ മിറാക്കിൾ പ്ലേസ്, മോസ്റ്റ് ഓഫ് ദ ഓൾഡ് മൊറാലിറ്റീസ് ആർ അൺനോൺ ഡേയ്സ് ആൻഡ് ദ ഒറിജിൻ. ഈ മിറാക്കിൾ പ്ലേസിനെ പോലെ തന്നെയാണ് ഈ പഴയ മൊറാലിറ്റീസും ഡ്രാമകളും ഒക്കെ എന്താണ് അതിന്റെ ഡേറ്റ് എന്നാണ്, അത് എന്നാണ് ഒറിജിൻ ചെയ്ത് തുടങ്ങിയ കാര്യങ്ങൾ ആർക്കും അറിയില്ല. അത് ആരെഴുതി അതിന്ന് തുടങ്ങിയ കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല. ദ നോൺ ഓതേഴ്സ് ആർ ദ ജോൺ സ്കെൽട്ടൺ, സർ ഡേവിഡ് ലിൻസി. ഈ രണ്ട് ആളുകളെ മാത്രമേ പ്ലേസിൽ അറിയപ്പെടുന്നുള്ളൂ. വേറെ റൈറ്റേഴ്സിനെ ഒന്നും നമുക്ക് അധികമായിട്ട് അറിയാം. ഈ ജോൺ സ്കെൽട്ടൺ അതേപോലെ സർ ഡേവിഡ് ലിൻസി 1990-ലും 1555-ലുമാണ് വരുന്നത്. മറ്റൊന്ന് ഈ ഡ്രാമയിൽ നമ്മൾ പ്ലേയിൽ കാണുന്ന സംഗതിയാണ് ഇന്റർലൂഡ്സ് എന്ന് പറയുന്നത്. ഇന്റർലൂഡ്സ് വേർ ഡ്രാമാറ്റിക് സീൻ which were often presented at banquets and entertainment parties where a little fun was found. ഇന്റർലൂഡ്സ് എന്ന് പറയുന്നത് ഡ്രാമാറ്റിക് സീനുകളാണ്, ചില സീനുകളാണ്. which were often presented at banquets and entertainment parties where a little fun was found. ചില തമാശകൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചില എന്റർടൈൻമെന്റുകൾ ഉണ്ടാക്കുന്ന ചില കോമഡി സീനുകളായിട്ടാണ് ഈ ഇന്റർലൂഡ്സുകൾ ഈ പ്ലേയിൽ പ്രത്യക്ഷപ്പെടുന്നത്. The interludes originated out of motive to supply humor and John Haywood
1497 to 1518, a gesture at the court of Mary is given the credit of rising the interlude, the distinct dramatic form now known as comedy. അപ്പൊ ഇന്റർലൂഡ് എന്ന് പറയുന്ന ഈ സംഗതി അത് കോമഡിയാണ് സത്യത്തിൽ. ഇന്ന് സിനിമക്കടയിൽ കോമഡി കൊണ്ടുവരുന്നത് പോലെ അക്കാലത്ത് പ്ലേസിനിടയിൽ കോമഡികൾ കൊണ്ടുവന്നിട്ടുള്ളതാ കോമഡി സീനുകളെയാണ് ഇന്റർലൂഡ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നാടകത്തിലിടക്ക് ഹ്യൂമർ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് ഗുരുതരമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ ഇങ്ങനെ പറയുന്നതിന്റെ ഇടയിൽ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ഹ്യൂമറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. ഇതിന്റെ ഈ ഇന്റർലൂഡിന്റെ പ്രധാനപ്പെട്ട ഒരു വക്താവാണ് ജോൺ ഹൈവുഡ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1497 1580 BC ആണ് കേട്ടോ. A gesture at the court of Mary is given the credit of the raising the interlude to the distinct dramatic form now we know comedy. ഇന്ന് നമ്മൾ കോമഡി എന്ന് പറയുന്ന ഈ ഒരു സംഗതി കൊണ്ടുവന്നിട്ടുള്ളത് ഇദ്ദേഹമാണ്. സോറി, BC AD ആണ് കേട്ടോ. സോറി, 1497 AD ആണ്. അപ്പൊ ഇദ്ദേഹം എന്ന് പറയുന്നത് മേരി എന്ന് പറയുന്ന ഭരണാധികാരിയുടെ രാജ്ഞിയുടെ കൊട്ടാരത്തിൽ ഒരു വിദൂഷകനായിരുന്ന ആളാണ് ജോൺ ഹൈവുഡ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹമാണ് സിനിമയില് ഈ പ്ലേയില് ഈ ഇന്റർലൂഡ് സീനുകൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ കാലഘട്ടത്തിലെ ചില ഡ്രാമകളൊക്കെ ഒന്ന് നമുക്ക് പരിശോധിക്കാം. ടൈപ്സ് ഓഫ് സ്റ്റേജ്, ഏതൊക്കെ തരം സ്റ്റേജുകളുണ്ട്? ഒന്ന് ക്ലാസിക്കൽ തിയേറ്റർ, അത് ഗ്രീക്കിലും റോമിലും ഉണ്ടായിട്ടുള്ള സംഗതിയാണ്. മറ്റൊന്ന് നാറ്റീവ് ഡ്രാമയാണ്, 1066 1500 കാലഘട്ടം. മറ്റൊന്ന് റിനൈസൻസ് ഡ്രാമയാണ്, അത് 1500 മുതൽ 1660 വരെയുള്ള കാലഘട്ടത്തിലാണ്. മറ്റൊന്ന് എലിസബത്തൻ ഡ്രാമയാണ്, അതിൽ ഷേക്സ്പിയർ അതേപോലെ അദ്ദേഹത്തിന്റെ കണ്ടംപററീസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് എലിസബത്തൻ ഡ്രാമ എന്ന് പറയുന്നത്. മറ്റൊന്ന് ജാക്കോബിയൻ ആൻഡ് കരോളിൻ. മറ്റൊന്നാണ് ദ നിയോ ക്ലാസിക്കൽ പീരിയഡ് ആൻഡ് റെസ്റ്റോറേഷൻ ഡ്രാമ, 1660 മുതൽ 1700 വരെയുള്ള കാലം. മറ്റൊന്നാണ് ഡ്രാമ ഇൻ 18th and 19th 20th century, 18ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെ നീണ്ടു കിടക്കുന്ന ഡ്രാമകളാണ് ഈ പറഞ്ഞിട്ടുള്ള തരങ്ങളൊക്കെ എന്ന് പറയും. ഇനി നമുക്ക് ഗ്രീക്ക് തിയേറ്ററിനെ ഒന്ന് പരിചയപ്പെടാം. എങ്ങനെയായിരുന്നു ഗ്രീക്ക് തിയേറ്റർ, എന്തൊക്കെയായിരുന്നു അതിന്റെ സവിശേഷത? ഗ്രീക്ക് തിയേറ്റർ വാസ് എ communal activity that was central to the social, political and religious life of ancient Greece. പൗരാണിക ഗ്രീക്കുകാരുടെ മതപരവും സാമൂഹ്യവും രാഷ്ട്രീയവുമായിട്ടുള്ള എല്ലാ പ്രവർത്തനത്തിന്റെയും ഒരു കേന്ദ്രമായിട്ട് ഈ തിയേറ്റർ മാറി എന്നുള്ളതാണ്. Here are some things to know about Greek theatres. ഗ്രീക്ക് തിയേറ്ററിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ആദ്യമായിട്ട് അതിന്റെ ഈ തിയേറ്റർ എന്ന പദം എങ്ങനെ വന്നു എന്നുള്ളതാണ്. ദ വേർഡ് തിയേറ്റർ കംസ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് തിയോമി, വിച്ച് മീൻസ് ടു സീ ഓർ ഒബ്സർവ്. കാണുക, നിരീക്ഷിക്കുക എന്ന അർത്ഥമുള്ള തിയാമോയി എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് തിയേറ്റർ എന്ന പദം ഉണ്ടാവുന്നത്. ദ വീക്ക് ലോങ് ഫെസ്റ്റിവൽ ഹെൽഡ് in Athens every spring that celebrated Dionysius. ഈ സ്പ്രിംഗ് സീസൺ ആയി കഴിഞ്ഞാൽ ഏഥൻസില് ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ഡൈനീഷ്യസ് ദേവന്റെ ആഘോഷം. ദ ഗുഡ് ഓഫ് വൈൻ ആൻഡ് റിവൈൽ നേരത്തെ പറഞ്ഞു, ഇതിന്റെ ദേവനാണ് അദ്ദേഹം എന്ന് വിശ്വസിക്കപ്പെടുന്നു. ദ ഫെസ്റ്റിവൽ ഇൻക്ലൂഡ് തിയേട്രിക്കൽ പെർഫോമൻസ്, processions and ceremonies. ഈ ആഘോഷത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ തിയേറ്ററിക്കൽ പെർഫോമൻസ് ആണ്, ഡ്രാമകളാണ്. പിന്നെ പൊസഷൻസ്, ഘോഷയാത്രകള്, സെറിമണീസ്, മറ്റുള്ള ആഘോഷ പരിപാടികളൊക്കെയാണ്.
The two main types of Greek theatre were tragedy and comedy. നമ്മൾ ഗ്രീക്ക് തിയേറ്റർ എടുക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് രണ്ട് തരത്തിലുള്ള രണ്ട് ടൈപ്സ് ആണ് പ്രധാനമായിട്ടും തിയേറ്റർ. ഒന്ന് ട്രാജഡി ആണ്, മറ്റൊന്ന് കോമഡിയാണ്. Tragedies deals with the theme of like love, loss and abuse of power. ട്രാജഡിയിലെ വിഷയം തീം എന്ന് പറയുന്നത് സ്നേഹം, നഷ്ടം, അധികാര ദുർവിനിയോഗമൊക്കെയാണ്. കോമഡിയോ ഓഫൺ മോക്ക്ഡ് ഗ്രീക്ക് കൾച്ചർ ആൻഡ് പേഴ്സണാലിറ്റി. ഗ്രീക്കിലെ സംസ്കാരത്തെയും ഗ്രീക്കിലെ ആളുകളെയും ഒക്കെ പരിഹസിക്കുന്ന രീതിയിലുള്ള തീമുകളാണ് അതിലുണ്ടായത്. ആക്ടേഴ്സ് വെയർ മാസ്ക്സ് ആൻഡ് കസ്റ്റംസ് ആൻഡ് ചേഞ്ചസ് റൂൾസ്. ആക്ടേഴ്സ് പലപ്പോഴും മാസ്ക് ധരിച്ചിട്ടാണ് അഭിനയിക്കുക. അവർക്ക് കസ്റ്റ്യൂംസ് ഉണ്ട്, അതേപോലെ റൂളുകൾ ഇങ്ങനെ മാറും. തിയേറ്റേഴ്സ് വെയർ ഓപ്പൺ ഓൺ എയർ ആൻഡ് ഹാഡ് ടയേർഡ് സീൻ. ഓപ്പൺ എയർ, തുറന്ന സ്ഥലത്താണ് ഈ തിയേറ്ററുകൾ പ്രവർത്തിച്ചിട്ടുള്ളത്. മാത്രല്ല ഈ ടയേർഡ്, ഈ അർദ്ധവൃത്താകൃതിയിലുള്ള സീറ്റുകളാണ് അവിടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തുനിന്നും ഒരുപോലെ വീക്ഷിക്കാൻ സ്റ്റേജിലേക്ക് വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ്. ദ സ്റ്റേജ് ആൻഡ് സ്കെനി സ്റ്റേജ് ബിൽഡിംഗ് വേർ യൂഷ്വലി മെയ്ഡ് വുഡ്. സ്റ്റേജും അതേപോലെ സ്റ്റേജ് ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കിയിരുന്നത് വുഡ് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഏർലി choruses were made up of 50 men who sang and danced hymns to honor Dionysus. ആദ്യകാലത്ത് ഇതിന്റെ രൂപം എന്ന് പറയുന്നത് 50 പുരുഷന്മാരായിട്ടുള്ള ആളുകൾ പാട്ട് പാടുകയും അതേപോലെ നൃത്തം വെക്കുകയും ഈ ശ്ലോകങ്ങൾ ചൊല്ലി ഡൈനീഷ്യസിനെ ആദരിക്കുകയും ചെയ്യുന്ന ചടങ്ങാണ്. Thespis is said to have been the first actor in Greek drama. ഗ്രീക്ക് ഡ്രാമയിൽ ആദ്യം അഭിനയിച്ച ആള് എന്ന് പറയുന്നത് തെസ്പിസ് ആണ്. തെസ്പിസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഡെലിവറിംഗ് ദ ഫസ്റ്റ് ഇൻഡിവിജ്വൽ സ്പീച്ച് ഇൻ 534 BC. 534 BC-യിൽ ആദ്യമായിട്ട് ഇൻഡിവിജ്വൽ സംസാരിക്കുന്നതും അദ്ദേഹം. ഡ്രാമയിൽ കഥാപാത്രമായിട്ട് ആദ്യമായിട്ട് സംസാരിക്കുന്ന വ്യക്തി അദ്ദേഹമാണ്. ഇനി നമ്മൾ ഗ്രീക്ക് സ്റ്റേജിലെ ചില സവിശേഷതകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ആപ്രോൺ. The apron is any part of the stage that extends past the proscenium each and into the audience of a seating area. ഈ സ്റ്റേജിൽ നിന്ന് ഒരു ഭാഗം ഓഡിയൻസിന്റെ ഇടയിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു ഭാഗം. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഓഡിയൻസും അന്നത്തെ ഡ്രാമയിൽ പങ്കാളികളാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേജിൽ നിന്ന് ഓഡിയൻസിന്റെ ഇടയിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തെയാണ് ആപ്രോൺ എന്ന് പറയുന്നത്. The Elizabethan stage, which was a raised platform with the audience on 3 sides, is a outstanding example. എലിസബത്തൻ കാലഘട്ടത്തിലെ കെട്ടി ഉയർത്തപ്പെട്ട പ്ലാറ്റ്ഫോം, ഇന്ന് നമ്മൾ കാണുന്ന സ്റ്റേജ് മോഡല് കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ് എലിസബത്തൻ കാലഘട്ടത്തിലുള്ളത്. The audience on the 3 sides is an outstanding example. അതുകൊണ്ട് തന്നെ 3 ഭാഗത്തും ആളുകൾക്ക് കാണാം. 2 സൈഡിൽ നിന്നും നടുവിൽ നിന്നും ഒക്കെ ആളുകൾക്ക് പരിപാടി കാണാൻ തക്ക ഭാഗത്തിലാണ്. ഇങ്ങനെയുള്ള ഒരു തിയേറ്ററിനെയാണ് ആപ്രോൺ എന്ന് പറയുന്നത്. ഈ എലിസബത്തൻ കാലഘട്ടത്തിലുള്ള ഈ തിയേറ്ററുകളാണ് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ടുള്ള തിയേറ്ററുകൾ. The Elizabethan stage was typically found in public theaters as plays were no longer performed outside. എലിസബത്തൻ സ്റ്റേജ് എന്ന് പറയുന്നത് അതൊരു പബ്ലിക് തിയേറ്റർ ആയിരുന്നു. As plays were no longer performed outside. പിന്നെ ഒരിക്കലും ഡ്രാമകൾ ആ കാലഘട്ടത്തിൽ പുറത്ത് അവതരിപ്പിച്ചിട്ടില്ല.
ഇത്തരം തിയേറ്റേഴ്സുകളിൽ വെച്ചിട്ടാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. തിയേറ്റേഴ്സ് were simple in structure, mostly circular form, which was courtyard open to the sky, surrounded by 2 or 3 tiers of covered galleries. അതിന്റെ സ്റ്റേജിന്റെ രൂപങ്ങൾ പറയാം. തിയേറ്ററിന്റെ രൂപം. തിയേറ്റേഴ്സ് ആസ് വെരി സിമ്പിൾ ഇൻ സ്ട്രക്ചർ, വളരെ ലളിതമായിട്ടുള്ള ഒരു തിയേറ്റർ ആണ്. മോസ്റ്റ്ലി സർക്കുലർ, അത് സർക്കുലർ രീതിയിലാണ് ഇൻ ഫോം. അതിന്റെ രൂപം സർക്കുലർ, അർദ്ധ വൃത്താകൃതിയാണ്. വിച്ച് വാസ് കോർട്ട്യാർഡ് ഓപ്പൺ ടു 6 സ്കൈ, ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ തുറന്ന് ഓപ്പൺ ആയിട്ടുള്ള മുറ്റമാണ് അതിനുള്ളത്. സറൗണ്ടഡ് ബൈ 2-3 ടയേഴ്സ് ഓഫ് കവേർഡ് ഗാലറീസ്, അതേപോലെ 2-3 ഗാലറികളും അതിനുണ്ടാവും. അത് നെറ്റിലടിച്ചു നോക്കിയാൽ മതി, അതിന്റെ രൂപം നമുക്ക് കിട്ടും. ഈ വിക്ടോറിയൻ തിയേറ്റർ, എലിസബത്തൻ തിയേറ്ററിന്റെ പിക്സ് അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എലിസബത്തൻ തിയേറ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ രൂപം. അറ്റ് വൺ സൈഡ് ഓഫ് ദ കോർട്ട്യാർഡ് വാസ് ദ സ്റ്റേജ്. ആ കോർട്ട്യാർഡിന്റെ ഒരു സൈഡിലാണ് സ്റ്റേജ് എന്ന് പറയുന്നത്. On either sides of the stage, 2 pillars supported the ceiling, while the back was another stage overlooked by the gallery with a balcony and windows. നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ട് ഭാഗത്തും എന്താണ്? On either sides of the stage, സ്റ്റേജിന്റെ രണ്ട് ഭാഗത്തുമായി 2 pillars supported the ceiling. സീലിങ്ങിനെ താങ്ങി നിർത്തുന്ന 2 പില്ലേഴ്സ് ഉണ്ട്. While at the back was another stage. ഇതിന്റെ ബാക്കിൽ വേറെ സ്റ്റേജ് ഉണ്ടാവും. ഓവർലുക്ക്ഡ് ബൈ എ ഗാലറി വിത്ത് ബാൽക്കണി വിൻഡോസ്. ഈ ബാൽക്കണിയിൽ നിന്ന് അതേപോലെ ഗാലറിയിൽ നിന്ന് നോക്കാൻ പറ്റിയ തരത്തിൽ. ഇൻ ഫ്രണ്ട് ഓഫ് ദി സ്റ്റേജ് വാസ് എ മൂവബിൾ കർട്ടൻ. ഈ സ്റ്റേജിന്റെ മധ്യഭാഗത്ത് മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കർട്ടൻ ഉണ്ട്. കർട്ടൻ നീക്കുക. ഈ കർട്ടനൊക്കെ നാടകത്തിൽ കർട്ടൻ നീക്കുന്ന, അല്ലെങ്കിൽ കലാപരിപാടിക്കൊക്കെ കർട്ടൻ നീക്കുന്ന ഏർപ്പാടൊക്കെ വന്നിട്ടുള്ളത് അവിടെ നിന്ന് വരികയാണ്. ദ ഫ്രണ്ട് സ്റ്റേജ് സെർവ്ഡ് മോസ്റ്റ് പർപ്പസസ്. ഫ്രണ്ട് സ്റ്റേജ്, സ്റ്റേജിന്റെ 2 ഭാഗമുണ്ട്, ഒന്ന് ഫ്രണ്ട് സ്റ്റേജ്, ഒന്ന് ബാക്ക് സ്റ്റേജ്. ഈ ഫ്രണ്ട് സ്റ്റേജ് സെർവ്ഡ് മോസ്റ്റ് പർപ്പസസ്, ഇവിടെയാണ് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നത്. In this kind of stage, there was close vicinity between audience and actors. ഇത്തരത്തിലുള്ള സ്റ്റേജ് ഓഡിയൻസിനും ആക്ടേഴ്സിനും ഇടയിൽ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കാൻ പറ്റും. വളരെ അടുത്ത് നിന്ന് തന്നെ ഓഡിയൻസിന് ആക്ടേഴ്സിനെ കാണാൻ പറ്റുന്ന തക്ക വിധമുള്ളതാണ് ഈ ഒരു തരത്തിലുള്ള സ്റ്റേജ് എന്ന് പറയുന്നത്. The vestibule platform was called the vestigial platform was called the apron, which stood in front of the proscenium arc and accommodated most of the act. ഈ വെസ്റ്റിജിയൽ പ്ലാറ്റ്ഫോം, ഇതിന്റെ പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ച് പറയാം. അത് ആ പ്ലാറ്റ്ഫോമിനുള്ള പേരാണ് ആപ്രോൺ എന്ന് പറയുന്നത്. അത് ഫ്രണ്ട് ഭാഗത്ത് തന്നെയാണുള്ളത്. ഈ ആർച്ച് രീതിയിൽ ഇപ്പൊ നമ്മൾ കെട്ടുന്ന സ്റ്റേജിന്റെ രൂപത്തിലുള്ള ഒരു സ്റ്റേജാണ്. ആൻഡ് അക്കോമഡേറ്റ് മോസ്റ്റ് ഓഫ് ദ ആക്ടിങ്, ഈ ഭാഗത്താണ് അഭിനയങ്ങൾ, ആക്ടിങ് നടക്കുന്നത്. ഓൺലി ആഫ്റ്റർ ദ മിഡിൽ ഓഫ് ദ 19th century വാസ് ദ ആപ്രോൺ കട്ട് ഡൗൺ. അങ്ങനെ 19ാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗത്ത് എത്തിയപ്പോ എന്ത് ചെയ്തു? ഈ ആപ്രോൺ കട്ട് ചെയ്തു. ഫൈനലി ഡിസ്കാർഡഡ്, പിന്നെ അത് ആ സിസ്റ്റം ഉപേക്ഷിക്കുകയും ചെയ്തു. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് റെസ്റ്റോറേഷൻ സ്റ്റേജിനെ കുറിച്ചാണ്. Theatres of the 17th and 18th centuries were considered smaller than the Elizabethan theatre, held about 500 people. ഈ 17ാം നൂറ്റാണ്ടിലും അതേപോലെ 18ാം നൂറ്റാണ്ടിലും ഒക്കെയുള്ള തിയേറ്റേഴ്സ് നമ്മൾ പരിഗണനക്കെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എലിസബത്തൻ തിയേറ്ററുകളെക്കാളും വളരെ ചെറുതായിരുന്നു ഈ
റെസ്റ്റോറേഷൻ സ്റ്റേജുകൾ എന്ന് പറയുന്നത്. അതായത് എലിസബത്തൻ സ്റ്റേജിൽ ഏകദേശം 500 ആള്, 500 പീപ്പിൾ, 500 ആളുകളെ കൊള്ളുന്ന തരത്തിൽ വലിയതായിരുന്നു. പെർഫോമൻസസ് ടുക്ക് പ്ലേസ് ഇൻ ക്ലോസ് റൂംസ് വിത്ത് ആർട്ടിഫിഷ്യൽ ലൈറ്റ്. ഈ കാലഘട്ടത്തിലാണ് ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൈറ്റുകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇത് അടച്ചിട്ട റൂമിൽ വെച്ചിട്ടാണ് ഈ പെർഫോമൻസുകൾ നടക്കുന്നത്. അവിടെ എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൈറ്റുകളൊക്കെ. പെർഫോമൻസ് ടുക്ക് പ്ലേസ് ഇൻ ക്ലോസ്ഡ് റൂംസ് വിത്ത് ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ്. ക്ലോസ്ഡ് റൂമിലാണ്. ഓഡിയൻസ് വാസ് സീൽഡ് ഇൻ എ ഫുള്ളി ഇലൂമിനേറ്റഡ് റൂം. ഓഡിയൻസ് ഒക്കെ ഇരിക്കുന്ന റൂമൊക്കെ ആകെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫുള്ളി ഇലൂമിനേറ്റഡ് ആയിട്ടുള്ള പ്രകാശം പരത്തുന്ന ആകെ പിന്നെ ഇലൂമിനേറ്റഡ് ആയിട്ടുള്ള റൂമിലാണ് അവരിയ്ക്കുന്നത്. ദ സ്റ്റേജ് വാസ് ക്ലോസ്ഡ് ഇൻ ബൈ ഡെക്കറേറ്റീവ് ഫ്രെയിം. സ്റ്റേജ് ഒക്കെ വളരെയധികം അലങ്കാരങ്ങളും, സ്റ്റേജ് ഒക്കെ നേരത്തെ പോലെയല്ല. ഈ റെസ്റ്റോറേഷൻ പീരിയഡ് ആവുന്ന സമയത്ത് സ്റ്റേജുകളിൽ നിരവധി അലങ്കാരങ്ങൾ നടക്കും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓഡിയൻസ് ആൻഡ് ആക്ടേഴ്സ് വെർ എൻലാർജ്ഡ്. അതേപോലെ തന്നെ ഓഡിയൻസും ആക്ടേഴ്സും തമ്മിലുള്ള അകലം ഒരുപാട് വർദ്ധിച്ചു. There was no curtain and a change of scenes on stage in front of the audience. ഇവിടെ റെസ്റ്റോറേഷനിൽ നമ്മൾ കാണുന്നത് കർട്ടനല്ല, ഓഡിയൻസിന്റെ മുമ്പിൽ വെച്ചിട്ട് ഈ ചേഞ്ചസ് ഓഫ് സീൻസ് ഓൺ ദ സ്റ്റേജ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഓഡിയൻസ്. അതേപോലെ ഓഡിയൻസിന്റെ മുമ്പിൽ വെച്ചിട്ട് സീന് മാറുന്ന സംഗതിയില്ല. There was no curtain and changes of scene on stage in front of the audience. ഓഡിയൻസിന്റെ മുമ്പിൽ വെച്ച് സ്റ്റേജിന്മേൽ വെച്ചിട്ട് സീൻ മാറുന്ന ഒരു രീതി ഈ കാലഘട്ടത്തിൽ മാറി. അത് നേരത്തെ ഉണ്ടായിരുന്ന രീതിയാണ്. അതേപോലെ കർട്ടനും ഇല്ല. The place presented an idealized, highly stylized image of scenery, characters, language and subject matters. ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് പ്ലേയില് ഐഡിയലൈസ്ഡ് ആണ്, ഹൈലി സ്റ്റൈലൈസ്ഡ് ഇമേജ് ആണ് സീനറി. ഒരുപാട് സീനറികൾ അവിടെ ഉപയോഗിക്കാൻ തുടങ്ങി. ക്യാരക്ടേഴ്സ് ഒരുപാട് വന്നു, ലാംഗ്വേജ് വന്നു, അതേപോലെ സബ്ജക്ട് മാറ്ററുകളൊക്കെ ആ കാലഘട്ടത്തിൽ വന്നു. ഇനി പ്രൊസിനിയ സ്റ്റേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. The stage of the 20th century is called proscenium or picture frame stage because it is shaped in such a way that the audience watch the play as it would regard a picture. ഈ 19th 20th സെഞ്ചുറികളിൽ വന്നിട്ടുള്ള സ്റ്റേജിനെയാണ് ആ സമയത്തുള്ള സ്റ്റേജിനെയാണ് നമ്മൾ സാധാരണയായിട്ട് പ്രൊസീനിയം എന്ന് പറയുന്ന, അല്ലെങ്കിൽ പിക്ചർ ഫ്രെയിം സ്റ്റേജ് എന്നും അതിനെ പറയും. കാരണം അത് ഒരു ചിത്രത്തിൽ എന്ന പോലെ കാര്യങ്ങള് നമ്മൾ ഓഡിയൻസ് ഇങ്ങനെ ഒരു ചിത്രം കാണുന്നത് പോലെ, അല്ലെ ഇന്നത്തെ TV കാണുന്നത് പോലെ ഉള്ള ഒരു കാഴ്ച അവർക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് ദ റാമ്പ് ക്ലിയർലി സെപ്പറേറ്റഡ് ആക്ടേഴ്സ് ആൻഡ് ഓഡിയൻസ്. ഓഡിയൻസിനെയും ആക്ടേഴ്സിനെയും വ്യക്തമായിട്ട് വേർതിരിക്കാനുള്ള റാമ്പുകൾ വന്നു. കർട്ടൻ അണ്ടർലൈൻസ് ദീസ് ഡിവിഷൻസ്. മാത്രല്ല കർട്ടൻ വെച്ചിട്ട് എന്ത് ചെയ്തു, രണ്ട് വിഭാഗത്തെയും. ദ കർട്ടൻ അണ്ടർലൈൻസ് ദിസ് ഡിവിഷൻ. ഈ ഡിവിഷൻ കർട്ടൻ വെച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയത്. While the stage is illuminated during the performance. പെർഫോമൻസിന്റെ സമയത്ത് സ്റ്റേജ് ഇല്ലുമിനേറ്റഡ് ആണ്. The audience remains dark. അപ്പൊ ഓഡിയൻസ് അപ്പൊ ഇരുട്ടത്താവും, സ്റ്റേജിൽ മാത്രമേ വെളിച്ചം ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോ നാടകം ഡ്രാമ അവതരിപ്പിക്കുമ്പോ അങ്ങനെയാണ്, ഓഡിയൻസ് ഇരുട്ടിലാണ്, അവിടെ സ്റ്റേജിൽ മാത്രമേ വെളിച്ചം ഉണ്ടാവുള്ളൂ. കൂടുതലായിട്ട് അങ്ങോട്ട് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മള് തിയേറ്ററിൽ ലൈറ്റ് ഓഫ് ആക്കലാണ്. Which also turns the audience into the anonymous mass.
ഇതെന്ത് ചെയ്യും? എല്ലാരെയും സ്റ്റേജിലേക്ക് എല്ലാവരും ശ്രദ്ധ. The audience is not disturbed and fully concentrated. ഇങ്ങനെ ഈ ലൈറ്റ് അണച്ച് ഇരുട്ടാക്കി കഴിഞ്ഞാൽ ഓഡിയൻസിന് പിന്നെ ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. ആരും ഇതിന്റെ ഇടയിൽ കൂടെ നടന്ന് ബുദ്ധിമുട്ടുണ്ടാക്കൂല. അതേപോലെ ആരും കാണൂലല്ലോ, ഫുള്ളി ഇരുട്ടായത് കൊണ്ട് സൗകര്യമുണ്ട്. മാത്രല്ല അതുകൊണ്ട് തന്നെ ആളുകളുടെ ഫുൾ ശ്രദ്ധ വരും, സ്റ്റേജിലേക്ക് വരും. മറ്റത് ആളുകൾ പരസ്പരം ഇങ്ങനെ പരിചയക്കാരുണ്ടോ അങ്ങനെ പല നിലക്കും നമ്മളിങ്ങനെ ആൾക്കാരെ നോക്കുമല്ലോ, അതില്ലാതെ ആവാന് ഇത് ഗുണകരമായി എന്നാണ് പറയുന്നത്. It became easier to create an illusion of real life in place. മാത്രല്ല ഈ പ്ലേസിൽ ഒരു യഥാർത്ഥ ജീവിതം കാണുന്നത് പോലെ ഉള്ള ഒരു പിന്നെ ഇല്യൂഷൻ സൃഷ്ടിച്ചെടുക്കാനും ഇത് എളുപ്പത്തിൽ സാധിച്ചു എന്നുള്ളതാണ്. More detailed stage props, lighting, sound system are possible due to new techniques. പിന്നീട് പുതിയ ടെക്നിക്സ് വന്നപ്പോ സൗണ്ടുകളും വ്യത്യസ്തമായ ലൈറ്റുകളും അതേപോലെ സ്റ്റേജ് അലങ്കാരങ്ങളും ഒക്കെ വീണ്ടും വർദ്ധിച്ചു. മൾട്ടിപ്പിൾ സ്റ്റേജസ് ആർ ഓപ്പറേറ്റിംഗ് സൈമൾട്ടേനിയസ്ലി. ഒരേ സമയം തന്നെ വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റേജുകൾ പ്രവർത്തിച്ചു ഈ കാലഘട്ടത്തിൽ. The play is not just a drama but moves like a film as it creates the illusion of the story world as it could be in the real life. ഇത് ഡ്രാമ കാണുന്ന സമയത്ത് ശരിക്കും ഇതൊരു ഡ്രാമയല്ല, ഇന്ന് നമ്മൾ സിനിമ കാണുന്നത് പോലെ യഥാർത്ഥ സംഭവത്തെ അല്ലെങ്കിൽ യഥാർത്ഥ ജീവിതത്തെ നമ്മൾ നേരിൽ സൃഷ്ടിച്ചെടുത്ത പോലെയുള്ള ഒരു അവതരണമായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഈ ഭാഗത്ത് ഒന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഡ്രാമയുടെ ഒറിജിനും ഡെവലപ്മെന്റും അതേപോലെ അതിന്റെ ഗ്രീക്ക് പശ്ചാത്തലങ്ങളും അതിന്റെ മധ്യകാല പശ്ചാത്തലങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യും. ബാക്കിയുള്ള ഭാഗം അടുത്ത യൂണിറ്റുകളിലായിട്ട് ചർച്ച ചെയ്യാം. താങ്ക് യു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.